പെണ്ണോ? ഒരു പെണ്ണിന്റെ ഒച്ചല്ലേ കേട്ടെ? യാരത്? തേടാ അവര് കെട്ടിപ്പിടിക്കണ്. ഇനി നമ്മളറിയണ്ട എങ്ങനെ പെണ്ണെങ്ങാനും സെറ്റായ കരുനാക്ക വിളിച്ചൊന്നും പറയലടാ മാറി. ഇവിടെ പെണ്ണെ നീ ആകെ മാറിപ്പോയാലോ. അല്ല ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തോ നീ? ഇല്ല, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കോളേജൊക്കെ ഒന്ന് കണ്ട് കാണാൻ വേണ്ടിട്ടൊക്കെ ജസ്റ്റ് വന്നതാ. ഏഞ്ചലിനെ കണ്ടോ? ആ, മെയിനായിട്ട് ഞാൻ ആ പെണ്ണിനെ കാണാനാ വന്നേ. പക്ഷെ അവള് ഇവിടെ അല്ല, അവള് വീട്ടിൽ പോയി. ഏഞ്ചലിനെ കാണാലോ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് നേരെ വന്നു. കാരണം അവളിന്ന് രാവിലെ വിളിച്ചപ്പോഴേ പറഞ്ഞു എന്നോടൊന്ന് വരാൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ പോയി മാറി വരണ്ട, നേരെ അവളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാന്ന്. അവള് ഉച്ചക്ക് പോയി, ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോ എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വീട്ടോട്ട് പൊക്കോന്നു. അല്ല അപ്പോ ഇനി എന്താ പ്ലാൻ? ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ പോവാ, ക്ലാസ് പോവാ, കുറച്ച് കുട്ടികളെ പരിചയപ്പെടുക, എന്നിട്ട് വീട്ടിലോട്ട് പോവാ, അത്ര തന്നെ. അപ്പൊ ഈവനിങ് വരെ നീ ഇവിടെ ഉണ്ടാവൂലേ? ആ, ഈവനിങ് വരെ ഉണ്ടാവും. അല്ല നീ എങ്ങനെയാ വന്നേ? നിന്റെ ലഗേജ് ഒക്കെ എവിടെയാ? അതിലെ ലഗേജും കാര്യങ്ങളും ഞാന് വീട്ടിലോട്ട് കൊടുത്തു വിട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ആ ശരി ശരി. അല്ല, മക്കളെന്താ പുറത്ത്? ക്ലാസിന്റെ സമയല്ലേ? അതൊന്നും പറയണ്ട, അവിടെ ഒരു കഴിവ് ഒന്നുമില്ല. എന്ത് കഴിയുക? അതൊന്നുമല്ല, അത് പേരെ പുറത്താക്കിയില്ലേ? ചെറുതായിട്ട്. അപ്പൊ ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിനൊന്ന് പോയി കാണട്ടെ. ഏതാടാ കൊച്ച്? എന്തായാലും ചേട്ടന് ഇഷ്ടപ്പെട്ടു. അതിന് എനിക്ക് ഇഷ്ടപ്പെടാത്ത പെണ്ണുണ്ട് ഈ ലോകത്ത്? എടാ ഇതങ്ങനെയല്ല, ഇത് ട്രൂലപ്പ് ആ കോപ്പാണ്. എടാ സത്യായിട്ടും അവളെ കണ്ടപ്പോലെ എന്തോ അടിവയറ്റില് മഞ്ഞ വീഴുന്ന സുഖം. ആ സുഖം അധിക കാലം ഉണ്ടാവൂല. അല്ല, ആ സുഖം അധികം കാലം ഉണ്ടാവൂലെന്ന് അതിലേക്ക് കനല് വരയിടാൻ വേറെ ഒരുത്തനുണ്ട്. അതാരാ? നീ പറഞ്ഞു തന്നത് അവൾ കമ്മിറ്റഡ് ആണ് എന്നാണോ? ഏയ് അതൊന്നല്ല, അവൾക്കൊരു ഏട്ടനുണ്ട്. ഏട്ടന്മാരൊക്കെ നമ്മളെത്ര കണ്ടതാ. നൈസായിട്ട് ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് വളർത്തെടുക്കും. അയ്യേ നീ ഡാടാടാ ഒരുമാതിരി വേണ്ടാതിനും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അവനെ ഞാൻ കയ്യിലാക്കുന്നു, എന്നിട്ട് ഞാൻ അവളെ കിട്ടും. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നല്ല അവനെ കയ്യിലാക്കാൻ. അത് നിന്റെ വെറും തോന്നലാണ്. ഏത് കൊലക്കൊമ്പനാണേലും ഞാൻ കയ്യിലെടുക്കും. എന്ന് ഈ കൊലക്കൊമ്പൻ ആരാന്ന് അറിയോ മോന്? ഇല്ല, ആരാണ്? ഹു ഇസ് മൈ അളിയൻ? ഹു ഇസ് മൈ ഭാവി അളിയൻ? എനിക്ക് അറിയണം. നീ പറയില്ല വിക്കി. അടങ്ങ് പറയട്ടെ. ആദീഷ് മാധവ്. ആദീഷ് എന്തെന്ന്? മാധവില്ലേ മാധവ്? അവൻ തന്നെ. അവളെ പെങ്ങളാണ് ഇപ്പൊ ചാടത്തുള്ളി പോയത്. ഡാടാ ഒരുമാതിരി ഇല്ലാത്ത പറയരുത് കേട്ടോ. ഞാൻ ഇത്ര കാലമായിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ അവനിങ്ങനെ ഒരു പെങ്ങളുള്ള കാര്യം. പിന്നെ പെങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി തരാൻ പറ്റിയ സാധനമാണല്ലോ നീയൊക്കെ. എടാ അത് മാത്രല്ല, ഈ വടക്കടിക്ക് വേണ്ടി തന്തയായിട്ട് ഇടയിലേക്ക് നിന്റെ എവിടെയെങ്കിലും നിൽക്കല്. എന്നിട്ടും കണ്ടിട്ടില്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. ഇതിപ്പോ എന്ത് പെട്ടെന്ന് പൊട്ടി മുളിച്ച ഒരനീതി. ഇത് കൊള്ളാം. അതെ പോയിന്റ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. എടാ അതിന് അവള് നാട്ടിലുണ്ടായിരുന്നില്ല, അവൾ അമേരിക്കയിലായിരുന്നു. അവള് 2 ദിവസമായിട്ടുള്ളൂ എത്തിയിട്ട്. ആഞ്ചനാടാ അവളെ മാത്രം അമേരിക്കക്ക് വിട്ട്. ആവുമ്പോ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നേ ഭേദം. എന്നാ പറയണ്ട. ശിവനത്ത് നീ പറയടാ, ഗോസിപ്പ് തട്ടിക്കളയാൻ നിൽക്കുന്നു. നീ പറയത്തേ അതുണ്ടല്ലോ, അതൊരു വലിയ കഥയാ. അത്രയും വലിയ കഥ കേൾക്കാൻ സമയമില്ല. ഷോർട്ടാക്കി പറഞ്ഞ വേണേ കേൾക്കാം. എന്നാ ഞാൻ ഷോർട്ടാക്കി പറയാം. പണ്ട് എന്ന് വെച്ചാൽ ഇവന്മാര് 10 പഠിക്കുന്ന സമയം
അപ്പൊ ഉണ്ടല്ലോ ആ നാട്ടിലെ കുരുപ്പാളൊക്കെ നമ്മളെ വീട്ടില ഒരു കുട്ടി പട്ടാളം തന്നെയുണ്ട്. LKG മുതലുണ്ട് അവർക്ക് കൂട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതെല്ലാം കൂടി രാവിലെ വീട്ടിലേക്ക് വരുന്നത്. Flashback. ഏഞ്ചലേ, ഏഞ്ചലേ, ഏഞ്ചലേ. ആ വന്നല്ലോ വനമാലകള്. ഈ സമയത്ത് 4 ലക്ഷം പഠിച്ചുവിടാറാ നിനക്കൊക്കെ. ഒന്ന് പോടാർക്ക. കുട്ടികളൊക്കെ വളർന്ന്. തൊട്ടാഗിരി വന്നല്ലോ. നീ എന്റെ ഏഞ്ചലിനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ കാല് വരെ ഞാൻ നിലത്തടിക്കും. ഈ മോനാതെ ആ ഡൈപ്പറിന്ന് രക്ഷപ്പെടും എന്നിട്ടല്ലേ എന്നെ കാല് വരെ ഇരിക്കില്ല. അതെ കുട്ടികളെ, നിങ്ങൾ ഇതൊന്നും മൈൻഡാക്കണ്ട. വാ നമുക്ക് അപ്പുറത്ത് പോവാം. എന്താ മക്കളെ, എന്താണ് സീരിയസ് ആയിട്ട് പറയണം പറഞ്ഞേ? എന്താ അവന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്താടാ കാര്യം? അതെന്തിനാ ടീച്ചർ ക്ലാസ്സിന് പുറത്താക്കിയേ? നീ എന്തെങ്കിലും വരുത്തരം കാണിച്ചോ? ഇല്ല, ഞാനൊന്നും കാണിച്ചില്ല. ഞാൻ ഇന്നലെ രാവിലെ സ്കൂളിൽ പോവായിരുന്നേ. അപ്പൊ ഭയങ്കര മഴയായതുകൊണ്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ കയറി നിന്നു. എന്നിട്ടും മഴ കൊള്ളാണ്ടായപ്പോ ഞാൻ എൻ്റെ ഒരു മഴയത്ത് സ്കൂളിലേക്ക് പോയി. അങ്ങനെ ഞാനാണെങ്കിൽ ആകെ നനഞ്ഞിട്ടാ ക്ലാസ്സിൽ വന്നത്. അപ്പൊ മിസ് ക്ലാസ് കേട്ടൂല പറഞ്ഞു. കോട വാങ്ങാൻ പൈസ ഇല്ലാത്തവന്മാരൊന്നും ഇത്രയും നല്ല കുട്ടികളുടെ അടുത്തൊന്നും ഇരിക്കും. ഗതിയില്ലാത്തവരൊന്നും പഠിക്കാൻ വരണ്ട, പുറത്ത് നിന്നോന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി. അങ്ങനെ ഏതാ തള്ള? അതിനുള്ള ഞങ്ങൾ കൊടുത്തോളാം. മോൻ വിഷമിക്കണ്ട കേട്ടോ. ഒരു കോടയല്ലേ, ഞാൻ വാങ്ങിത്തരാം. എന്നിട്ട് എന്താ ഉണ്ടായേ? എന്നിട്ട് എന്തുണ്ടാവാൻ? ഇവളുമാരൊക്കെ കൂടി പിറ്റേ ദിവസം സ്കൂളിൽ പോയി ഒരേ തെറി. ആ പെണ്ണുങ്ങളെ കയറി 4 അടി അടിച്ച്. 10ാം ക്ലാസ് പഠിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ 2 എന്നിട്ട് അത് കേസായി. എൻ്റെ ആ ടീച്ചറിൻ്റെ ഭാഗത്തുള്ള തെറ്റ് ആണ് മനസ്സിലായി. ഇത് രണ്ടും ഒരുമിച്ച് എന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ട്. അതെന്താ അപ്പോൾ ഏഞ്ചലിൻ്റെ വിടാഞ്ഞേന്ന്? അത് ഈ രുദ്രല്ലേ, അവൻ ആദേശിൻ്റെ കസിനാണല്ലോ. അവൻ്റെ ഫാമിലിയൊക്കെ അമേരിക്കയിൽ സെറ്റില്ല. അപ്പം അവരെ വീട്ടിലേക്ക് ഇവളെ പറഞ്ഞിച്ച്. അപ്പം അതിൽ വലിയ മാറാണ് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് കണ്ണ ഇത് വേണ്ട, ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തോ. ഇനി മുതൽ കണ്ണൻ നന്നായി. ഇനി മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന കണ്ണൻ നന്നായ കണ്ണനാണ്. ഇങ്ങനൊരു കണ്ണനെ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. കാരണം ഇനി എൻ്റെ ലൈഫിൽ ഫ്ലോട്ടിംഗ് ഇല്ല, വേറെ പെൺകുട്ടികളില്ല, കൊടുത്തരില്ല. ഓൺലി എൻ്റെ ആദ്യക്കുട്ടി ഞാനിതാ വരണു. ഇങ്ങനെയാണെ അവൻ കുറെ വാങ്ങിക്കും. സത്യം. ഹലോ, ആ അങ്കിളെ പറഞ്ഞോ. എവിടെയപ്പോ? ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. എന്താ പ്രിൻസിപ്പൾ എന്താ പറഞ്ഞേ? TC വാങ്ങി പൊക്കോളം തന്നെ പറഞ്ഞേ. ഇത് ആദ്യത്തെ ഇഷ്യൂ ഒന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്, TC വാങ്ങ്. അല്ല, അവർ രണ്ടുപേരും എവിടെയാ? അവർക്ക് ഇന്നും കൂടെ ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് പറ്റും. അതെന്നെ കയ്യും കാലും പിടിച്ച് ഒപ്പിച്ചതാ. എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇപ്പൊ ഞാൻ പുറത്തോട്ട് വന്നേ. അവർക്ക് ഇന്നും കൂടി അവിടെ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. പോട്ടെ, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നടക്കാളൊക്കെ നടന്നു. അന്നയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അവക്ക് പ്രശ്നമൊന്നുമില്ല.
ആ ഹോസ്പിറ്റലിൽ എന്തായി? ക്യാഷ് നമ്മളാണോ കൊടുക്കണ്ടേ? നീ കൊടുത്തോ എന്തേലും? അവനെ അവൻ ചത്തോലും തിരിഞ്ഞോക്കൂല. അവനെ കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ ആടി അടിച്ചേ. ജാക്സ, നീ അടങ്ങിക്കോ. കാര്യമൊക്കെ ശരിയാണ്. അവൻ പെരുമാറിയതോ അല്ലെങ്കിൽ അവൻ നമ്മളെ അന്യനെ കാണിച്ചതോ ഒക്കെ ശരിയാണ്. പക്ഷെ അത് പറഞ്ഞ് നിന്റെ ഭാവി നീ കളയാൻ നിൽക്കണ്ട. അന്യൊരു പ്രശ്നമില്ലല്ലോ. നിർത്തിക്കോ, ഇതോടെ നിർത്തിക്കോ. നീ ഇനി ഒരു പ്രശ്നത്തിന് എന്റെ പിന്നാലെ പോകരുത്. ഒന്നാമത് മോനെ, അവനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നിനക്ക് ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടല്ലോ. അവരൊക്കെ നല്ല കാശും പിടിപാടൊക്കെ ഉള്ളവരാ. അവരൊക്കെ നൈസിന് ഊരിപ്പോരും. വെറുതെ നമ്മുടെ ലൈഫ് അതൊക്കെ കൊണ്ട് തന്നെ ഇവന്മാരൊക്കെ ഇങ്ങനെയായത്. നാളെ ഉച്ചയോടെ അവരെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരണം. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇനി എങ്ങനെ പഠിക്കുന്നോ, എവിടെ പഠിക്കുന്നോ ഒന്നും അറിയില്ല. എന്ത് ചെയ്യുന്നു ഒരു പിടുത്തമില്ല. നീ ഒരു കാര്യം ചെയ്, നാളെ ടീസിയും കാര്യങ്ങളും വാങ്ങിയിട്ട് നേരെ വണ്ടി കയറി ഇങ്ങോട്ട് വാ. അങ്കിളിനെല്ലാം അറിയണതല്ലേ. അങ്ങോട്ട് വന്ന ജെനിഫറിനെ, അതിന് എന്നോട് ഞാൻ പുത്തമ്പരക്കിലേക്ക് പോകാനല്ല പറഞ്ഞേ, എൻ്റെ അവിടേക്ക് വരാനാ പറഞ്ഞേ. അങ്കിളെ അതൊക്കെ ബുദ്ധിമുട്ടാവൂലേ? അല്ലാണ്ട് എങ്ങോട്ട് പോകാനാ മക്കളെ പ്ലാൻ? ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. നാളെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വണ്ടി കയറിക്കോ. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളെ നോക്കാൻ. എൻ്റെ പെങ്ങളെ മക്കളാണ് നിങ്ങളെ നോക്കാൻ എനിക്കറിയാം. അങ്കിളെ എങ്ങനെ നന്ദി. നീ വെച്ചിട്ട് പോടാ പന്നി. അങ്ങനെ നന്ദി ചെറുക്ക. നീ പഴയ ജാക്സനായിട്ട് വേണം അങ്ങോട്ട് തിരിച്ചു തരാൻ. അല്ലാണ്ട് ഈ ശോകം പിടിച്ചതൊന്നും വീട്ടിൻ്റെ കൂടേക്ക് കയറ്റൂല ഞാൻ. ഒന്ന് പോ അങ്കിളെ. ഏട്ടാ, ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്ത് തന്നെ കാര്യം? അത് പിന്നെ അന്നെ ഭയങ്കര കരച്ചില്. എന്തോ അവള് കാരണം നമ്മൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കെന്ന് വെച്ച് കൊടുക്കാനാ തോന്നണേ. മോളെ അനങ്ങല്ലേ. നീ ഒന്ന് കൊടുത്തേണ്ടാണ് 3-4 ഹോസ്പിറ്റലിലേക്ക് കിടക്കണത്. അതോടെ മതിയായി. അവളൊന്നും ചെയ്തേക്കല്ലേ. ഞാൻ ഇതാ വരണേ. ഇങ്ങോട്ട് നോക്കന്നെ. അന്നെ നീ എന്തിനായി കിടന്ന് മോങ്ങണത്? പെണ്ണേ, ഈ മര്യാദക്ക് കരച്ചു നിർത്തിക്കോ. ഞാൻ ഒന്നങ്ങ് വെച്ചൊന്ന് തിരിഞ്ഞ് കണ്ടേട്ടാ. ഇവള് രാവിലെ തൊട്ട് എന്നെ ചീത്ത പറയാൻ തുടങ്ങിയതാ. ഞാൻ ഒന്ന് കരയാൻ പാടൂലേ? ഇത് കൊള്ളാം. ആയിഷ്, ഇവളുമാരെയും കൊണ്ട് വാ, നമുക്കൊന്ന് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏട്ടാ, നമ്മള് നാളെ എങ്ങോട്ടാ പോവാ? എന്താ ഇന്ന് ചെയ്യാ? എന്നെ അങ്കിള് വിളിച്ചിരുന്നു. നാളെ TC വാങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ. എങ്ങോട്ട്? എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച എവിടെയല്ല, അങ്കിളിന്റെ അവിടെ പോവാനാ പറഞ്ഞേ. ആണോ? ഇനിയിപ്പോ ഞാൻ അവിടെ വന്ന് തുറന്നിട്ട് എന്തേലും പ്രശ്നമായാലോ? നീ അവിടെ വന്നു പറഞ്ഞിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി എന്തുണ്ടായാലും അവരെ ഹാൻഡിൽ ചെയ്യാൻ ഞാനുണ്ട്. നീ പേടിക്കണ്ട, എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എപ്പോഴും. അങ്കിളാണ്. ഹലോ, മോനെ ജാക്സ. അങ്കിളെന്താ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഡ്മിഷൻ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് 3 പേർക്കും. നമ്മളെ നാട്ടിലല്ല, എറണാകുളത്താണ്. ഇവിടെ എല്ലാം സീറ്റൊക്കെ ഏകദേശം ഫുള്ളായി. പിന്നെ നിങ്ങളുടെ കോഴ്സും നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എറണാകുളത്തെ കിട്ടിയത്. എന്തായാലും മക്കൾ നാളെ വാ. എന്നിട്ട് ഒരു 1 വീക്ക് ഇവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം.
പിന്നെ ഒന്നല്ലേ PG നോക്കണം, അതല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളുടെ മനസ്സും ആ ഒരു ചടപ്പും ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ഒരു 1 വീക്ക് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എന്തായാലും 1 വീക്കിലെ ക്ലാസ്സല്ലേ ഉള്ളൂ, ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നേരെ അങ്ങോട്ട് മാറാം. അഡ്മിഷനും കാര്യങ്ങളൊക്കെ അങ്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, മക്കൾ നാളെ വന്നാൽ മാത്രം മതി. ഓക്കെ അങ്കിളെ, നാളെ രാവിലെ ഞങ്ങൾ TC വാങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എന്നാൽ ശരിയാ, കിടന്നോ. ഭാഗ്യം ആ നാട്ടിലല്ലല്ലോ, അതന്നെ വലിയ കാര്യം. അപ്പം എങ്ങനെയാ, നാളെ കേരളം, 1 വീക്ക് പാലക്കാട്, ദെൻ എറണാകുളം. തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യകല്യാണി ഏളമ്മ തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യകല്യാണി ಮುಡಿದ ಮಲ್ಲಿಗೆ ಹೂ ಮುಡಿಯಿಂದ ಊದೋರುತ್ತ ಮುಡಿದ ಮಲ್ಲಿಗೆ ಹೂ ಮುಡಿಯಿಂದ ಊದೋರುತ್ತ ಒಡೆಯ ಶ್ರೀ ಪುರಂದರ ஒரு பார்வையால என்ன செஞ்சுட்டாலே காதல் அம்பு விட்டு என்ன செஞ்சுட்டாலே எனக்கு நீ ஈஸியாதான் பேசி பேசி கரெக்ட் பண்ணுவேன் ரொம்ப பத்தி அலையாம பிரியாம ஜெயகிற காதலே வேணாம் எனக்கு உன் ஜாதகமும் வேண்டாம் அப்பா அம்மா சம்மதமும் வேண்டாம் உனக்கு இந்த சேர்த்து வச்ச சொத்து சுகம் எதுவுமே வேணாமா வேணாம் வேணாம். உள்ளம் திண்டாடுதே என்ன பண்ணாடுதே உன்னை தேடி 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 நெஞ்சு அல்லாடு